ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിലെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. എക്സാം നന്നായി എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുക. ഇതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1 to 4. Read the following lines and answer the questions given below. Each question carries one score. ക്വസ്റ്റ്യൻ നോക്കാം. Success is counted sweetest by those who never succeed. To comprehend a nectar requires sorest need. വിജയം ഒരിക്കലും നേടാത്തവരാണ് വിജയത്തിന്റെ മധുരം ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത്. വിജയത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കാൻ പരാജയം അനുഭവിച്ചിരിക്കണം. അതാണ് ഇതിന്റെ മീനിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ പോയറ്റ്. ഐഡന്റിഫൈ ദ പോയറ്റ്. എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസൺ. രണ്ടാമത്തെ ചോദ്യം. By whom is success counted as sweet? By whom is success counted as sweet? ആർക്കാണ് വിജയം മധുരമുള്ളതായി തോന്നുന്നത്? ആർക്കാണ് വിജയം മധുരമുള്ളതായി തോന്നുന്നത്? By those who never succeed. By those who never succeed. വിജയിക്കാത്തവർക്കാണ് വിജയം മധുരമുള്ളതായി തോന്നുന്നത്. മൂന്നാമത്തെ ചോദ്യം. What is the meaning of the word comprehend? What is the meaning of the word comprehend? Choose the answer from the brackets. Abandon, understand, ignore. Abandon, understand, ignore. ഇതില് കോംപ്രിഹെൻഡിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ്. കോംപ്രിഹെൻഡ് മീനിങ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. നാലാമത്തെ ചോദ്യം. വാട്ട് ഈസ് റിക്വയർഡ് ടു കോംപ്രിഹെൻഡ് എ നെക്ടർ? വാട്ട് ഈസ് റിക്വയർഡ് ടു കോംപ്രിഹെൻഡ് എ നെക്ടർ? വിജയത്തിന്റെ മധുരം നുകരാൻ ആവശ്യമുള്ളത് എന്താണ്? വിജയത്തിന്റെ മധുരം നുകരാൻ ആവശ്യമുള്ളത് എന്താണ്? ആൻസർ. The sorest need is required to comprehend a nectar. The sorest need is required to comprehend a nectar. വിജയത്തിന്റെ മധുരം നുകരാൻ കൈപ്പേറിയ അനുഭവമാണ് ആവശ്യം. വിജയത്തിന്റെ മധുരം നുകരാൻ കൈപ്പേറിയ അനുഭവമാണ് ആവശ്യം. Question number 5 to 8. Read the following passage and answer the questions given below. Each question carries one score. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാസേജ് നോക്കാം. അറ്റ് ദാറ്റ് ടൈം ത്രിവേണി വാസ് എ വെരി പോപ്പുലർ റൈറ്റർ ഇൻ കന്നഡ ലാംഗ്വേജ്. ഷീ വാസ് എ വണ്ടർഫുൾ റൈറ്റർ. ഹർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിംഗ്. ഹർ സ്റ്റോറീസ് യൂഷ്വലി ഡീൽഡ് വിത്ത് കോംപ്ലെക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ലൈവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആൻഡ് വെയർ ഓൾവേസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ അർത്ഥം, ത്രിവേണി കന്നഡ ഭാഷയിലെ വളരെ പ്രശസ്തയായ എഴുത്തുകാരിയായിരുന്നു. അവരുടെ എഴുത്തു ശൈലി വായിക്കാൻ എളുപ്പവും വളരെ വിശ്വസനീയവുമായിരുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളാണ് അവരുടെ കഥകളിൽ കൂടുതലും. അതുകൊണ്ട് അവ വളരെ രസകരമായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ ലെസൺ. ഐഡന്റിഫൈ ദ ലെസൺ. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ആറാമത്തെ ചോദ്യം. ത്രിവേണി വാസ് എ പോപ്പുലർ റൈറ്റർ ഇൻ വിച്ച് ലാംഗ്വേജ്. ത്രിവേണി വാസ് എ പോപ്പുലർ റൈറ്റർ ഇൻ വിച്ച് ലാംഗ്വേജ്. ത്രിവേണി ഏത് ഭാഷയിലെ എഴുത്തുകാരിയായിരുന്നു? ആൻസർ. കന്നഡ ലാംഗ്വേജ്. ആൻസർ. കന്നഡ ലാംഗ്വേജ്. ഏഴാമത്തെ ചോദ്യം. വാട്ട് വാസ് ത്രിവേണീസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. വാട്ട് വാസ് ത്രിവേണീസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ത്രിവേണിയുടെ എഴുത്തു ശൈലി എങ്ങനെയുള്ളതായിരുന്നു? ത്രിവേണിയുടെ എഴുത്തു ശൈലി എങ്ങനെയുള്ളതായിരുന്നു? ആൻസർ. ഹർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിംഗ്. ഹർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിംഗ്. വായിക്കാൻ എളുപ്പവും വളരെ വിശ്വസനീയവുമായിരുന്നു. വായിക്കാൻ എളുപ്പവും വളരെ വിശ്വസനീയവുമായിരുന്നു. എട്ടാമത്തെ ചോദ്യം. വാട്ട് ടോപ്പിക്സ് ഡിഡ് ഹർ സ്റ്റോറീസ് യൂഷ്വലി അഡ്രസ്. വാട്ട് ടോപ്പിക്സ് ഡിഡ് ഹർ സ്റ്റോറീസ് യൂഷ്വലി അഡ്രസ്. അവരുടെ കഥകൾ സാധാരണയായി എന്തിനെ കുറിച്ചായിരുന്നു? അവരുടെ കഥകൾ സാധാരണയായി എന്തിനെ കുറിച്ചായിരുന്നു? ആൻസർ. കോംപ്ലെക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ലൈവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. കോംപ്ലെക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ലൈവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു. Question 9 to 12. Answer any three from the following. Each question carries two scores. Answer any three from the following. Each question carries two scores. ഒമ്പതാമത്തെ ചോദ്യം.
Why was it not difficult to pass time in the buses of Rome? Why was it not difficult to pass time in the buses of Rome? റോമിലെ ബസ്സുകളിൽ സമയം ചെലവഴിക്കുന്നത് എന്തുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നില്ല? റോമിലെ ബസ്സുകളിൽ സമയം ചെലവഴിക്കുന്നത് എന്തുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നില്ല? ആൻസർ: It was not difficult to pass time in the buses of Rome because the author enjoyed looking at the beautiful stone mansions, marble statues, and gardens along the roads. Answer: It was not difficult to pass time in the buses of Rome because the author enjoyed looking at the beautiful stone mansions, marble statues, and gardens along the roads. റോമിലെ ബസ്സുകളിൽ സമയം ചെലവഴിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നില്ല, കാരണം വഴിയരികിലെ മനോഹരമായ കൽമന്ദിരങ്ങളും മാർബിൾ പ്രതിമകളും പൂന്തോട്ടങ്ങളും കണ്ടുകൊണ്ട് അദ്ദേഹം യാത്ര ആസ്വദിച്ചു. Question number 10. Report the following conversation. Report the following conversation. തന്നിരിക്കുന്ന കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ചോദ്യ രൂപത്തിലുള്ള കോൺവെർസേഷൻ ആണ്. നോക്കാം. രമ്യ: Rohan, who made this cake? Who made this cake? Rohan: My mother made these cakes. My mother made these cakes. തന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസർ രൂപത്തിലുള്ള കോൺവെർസേഷൻ ആണ്. ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആസ്ഡ് എന്ന് ചേർക്കണം. ആൻസർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്ലൈഡ് ഓർ ആൻസേർഡ് എന്ന് ചേർക്കണം. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള മെയ്ഡിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് രൂപത്തിലുള്ള ഹാഡ് മെയ്ഡ് ചേർക്കണം. മെയ്ഡിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് രൂപമാണ് ഹാഡ് മെയ്ഡ്. ദിസ് എന്നുള്ളത് ദാറ്റ് ആയി മാറും, ദീസ് എന്നുള്ളത് ദോസ് ആയി മാറും. ഇനി റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ: രമ്യ: Rohan, who made this cake? ഈ ഒരു ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. രമ്യ ആസ്ഡ് റോഹൻ who had made that cake. ഇവിടെ രമ്യയ്ക്ക് ശേഷം ആസ്ഡ് എന്നുള്ള വേർഡ് ചേർത്തു, മെയ്ഡിനെ ഹാഡ് മെയ്ഡ് ആക്കി മാറ്റി, ദിസ് കേക്കിനെ ദാറ്റ് കേക്ക് ആക്കി മാറ്റി. അപ്പോ ആൻസർ: രമ്യ ആസ്ഡ് റോഹൻ who had made that cake. റോഹൻ: My mother made these cakes. ഈ ആൻസറിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ആൻസറിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്ലൈഡ് ഓർ ആൻസേർഡ് എന്ന് ചേർക്കണം. ആൻസർ: റോഹൻ റിപ്ലൈഡ് ദാറ്റ് ഹിസ് മദർ ഹാഡ് മെയ്ഡ് ദോസ് കേക്സ്. റോഹൻ റിപ്ലൈഡ് ദാറ്റ് ഹിസ് മദർ ഹാഡ് മെയ്ഡ് ദോസ് കേക്സ്. ഇവിടെ റോഹന് ശേഷം റിപ്ലൈഡ് ദാറ്റ് എന്നൊരു വാക്ക് ചേർത്തു. മൈ മദർ എന്നുള്ളിടത്ത് ഹിസ് മദർ ആവുകയും മെയ്ഡ് എന്നുള്ളിടത്ത് ഹാഡ് മെയ്ഡ് ആവുകയും ദീസ് കേക്സ് ദോസ് കേക്സ് ആയി മാറുകയും ചെയ്തു. അപ്പൊ സെന്റൻസ് ഒന്നും കൂടെ നോക്കാം. റോഹൻ റിപ്ലൈഡ് ദാറ്റ് ഹിസ് മദർ ഹാഡ് മെയ്ഡ് ദോസ് കേക്സ്. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നും കൂടെ നോക്കാം. രമ്യ ആസ്ഡ് റോഹൻ ഹു ഹാഡ് മെയ്ഡ് ദാറ്റ് കേക്ക്. റോഹൻ റിപ്ലൈഡ് ദാറ്റ് ഹിസ് മദർ ഹാഡ് മെയ്ഡ് ദോസ് കേക്സ്. Question number 11. Complete the sentence with suitable clauses. Complete the sentence with suitable clauses. A. If you studied well, dash. If you studied well, dash. B. If they reach their own time, dash. If they reach their own time, dash. സെന്റൻസിൽ ഇഫ് വരുന്നത് കൊണ്ട് ഇതിനെ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയും. ഫസ്റ്റ് സെന്റൻസ്: If you studied well, dash. If you studied well, dash. ഇവിടെ studied എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വന്നാൽ ചോദ്യത്തിന്റെ മറുവശം വുഡ് പ്ലസ് വെർബ് കൊണ്ട് ഫില്ല് ചെയ്യണം. വുഡ് പ്ലസ് വെർബ് കൊണ്ട് ഫില്ല് ചെയ്യണം. അപ്പോ എ എന്നുള്ള ചോദ്യത്തിൽ ആൻസർ: If you studied well, you would pass the examination. If you studied well, you would pass the examination. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. If they reach their own time, dash. If they reach their own time, dash. ഇവിടെ റീച്ച് എന്ന് പറഞ്ഞു കിടക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പോൾ അടുത്ത ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ വിൽ പ്ലസ് വെർബ് ഉപയോഗിക്കണം. വിൽ പ്ലസ് വെർബ് ഉപയോഗിച്ച് വേണം ഫില്ല് ചെയ്യാൻ. അപ്പോൾ ആൻസർ: If they reach their own time, they will catch the train. If they reach their own time, they will catch the train. Question number 12. Who was Jadayu? What was his dream?
ഹു വാസ് ജഡായു? വാട്ട് വാസ് ഹിസ് ഡ്രീം? ആരായിരുന്നു ജഡായു? അവന്റെ സ്വപ്നം എന്തായിരുന്നു? ആൻസർ: ലാൽമോഹൻ ഗാംഗുലി, ഓൾസോ കോൾഡ് ജഡായു, is a fictional character in Satyajit Ray's Feluda detective series. He dreamt of riding a camel in the desert. Lalmohan Ganguly, also called Jadayu, is a fictional character in Satyajit Ray's Feluda detective series. He dreamt of riding a camel in the desert. സത്യജിത് റേയുടെ ഫെലൂഡ ഡിറ്റക്റ്റീവ് സീരീസിലെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ലാൽമോഹൻ ഗാംഗുലി എന്ന ജഡായു. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനാണ് അവൻ സ്വപ്നം കണ്ടിരുന്നത്. Question number 13 to 19. Answer any 5 from the following. Each question carries 4 scores. 13ാമത്തെ ചോദ്യം. There are 4 mistakes in the following passage. Identify and correct them. തന്നിരിക്കുന്ന പാസേജിൽ 4 മിസ്റ്റേക്കുകളുണ്ട്. അത് കണ്ടെത്തി കറക്റ്റ് ചെയ്യുക. Good manners is also important when you are with your friends. When you speak to anyone, speak clear and sufficiently loudly to the person to hear. ഇവിടെ തെറ്റ് നോക്കാം. ഗുഡ് മാനേഴ്സ് ഈസ്. ഗുഡ് മാനേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഈസ് വരില്ല, ആറേ വരുള്ളൂ. അപ്പൊ ഈസിന് പകരം ആർ. രണ്ടാമത്തെ മിസ്റ്റേക്സ്, യു സ്പീക്സ്. യു പ്ലൂറൽ ആയതുകൊണ്ട് സ്പീക്സ് വരില്ല, യു സ്പീക്ക്. മൂന്നാമത്തെ തെറ്റ്, സ്പീക്ക് ക്ലിയർ എന്നല്ല, സ്പീക്ക് ക്ലിയർലി. നാലാമത്തെ തെറ്റ്, ടു ദ പേഴ്സൺ എന്നല്ല, ഫോർ ദ പേഴ്സൺ. സെന്റൻസ് ഒന്ന് മൊത്തത്തിൽ വായിക്കാം. ഗുഡ് മാനേഴ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ വിത്ത് യുവർ ഫ്രണ്ട്സ്. വെൻ യു സ്പീക്ക് ടു എനി വൺ, സ്പീക്ക് ക്ലിയർലി ആൻഡ് സഫിഷ്യൻ്റ്ലി ലൗഡ്ലി ഫോർ ദ പേഴ്സൺ ടു ഹിയർ. Question number 14. Match the authors in the left column with their corresponding lessons in the right column. തന്നിരിക്കുന്നത് മാച്ച് ചെയ്യാനാണ്. ഓതേഴ്സിനെ അവരുടെ ലെസൺസുമായിട്ട് മാച്ച് ചെയ്യണം. ഓതേഴ്സിനെ നോക്കാം. എസ് കെ പൊറ്റക്കാട്, ആലിസ് വോക്കർ, റസ്കിൻ ബോണ്ട്, സത്യജിത് റേ. ലെസൺസ്: ട്രൂ ഹൈറ്റ്, ദ ഗിഫ്റ്റ്, ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ്, റിമെമ്പർ മീ, മൈ എസെൻട്രിക് ഗസ്റ്റ്. ആൻസർ നോക്കാം. എസ് കെ പൊറ്റക്കാട്, ദ ഗിഫ്റ്റ്. എസ് കെ പൊറ്റക്കാട്, ദ ഗിഫ്റ്റ്. ആലിസ് വോക്കർ, റിമെമ്പർ മീ. ആലിസ് വോക്കർ, റിമെമ്പർ മീ. റസ്കിൻ ബോണ്ട്, മൈ എസെൻട്രിക് ഗസ്റ്റ്. റസ്കിൻ ബോണ്ട്, മൈ എസെൻട്രിക് ഗസ്റ്റ്. സത്യജിത് റേ, ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ്. സത്യജിത് റേ, ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ്. Question number 15. Write an appreciation of the following lines. Write an appreciation of the following lines. തന്നിരിക്കുന്ന ലൈൻസിന്റെ അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈൻസ് വായിക്കാം. All the world's a stage, and all men and women merely players. They have their exits and their entrances, and one man in his time plays many parts. Appreciation നോക്കാം. These lines are taken from the poem The Seven Ages of Man by William Shakespeare. These lines are taken from the poem The Seven Ages of Man by William Shakespeare. ഈ വരികൾ വില്യം ഷേക്സ്പിയറിന്റെ ദി സെവൻ ഏജസ് ഓഫ് മാൻ എന്ന കവിതയിൽ നിന്നുള്ളതാണ്. The poet compares the world to a stage and human beings to actors. The poet compares the world to a stage and human beings to actors. കവി ലോകത്തെ ഒരു വേദിയോടും മനുഷ്യരെ അഭിനേതാക്കളോടും ഉപമിക്കുന്നു. He says that every person has different roles to play in different stages of life. He says that every person has different roles to play in different stages of life. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ വ്യക്തിയും വ്യത്യസ്തമായ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. People enter the world at birth and leave it at death. People enter the world at birth and leave it at death. മനുഷ്യർ ജനനത്തിലൂടെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയും മരണത്തിലൂടെ ലോകത്തു നിന്ന് വിട പറയുകയും ചെയ്യുന്നു. The poem beautifully explains the journey of human life. The poem beautifully explains the journey of human life. ഈ കവിത മനുഷ്യജീവിതത്തിന്റെ യാത്രയെ മനോഹരമായി വിശദീകരിക്കുന്നു. The lines are simple and meaningful.
The lines are simple and meaningful. ഈ വരികൾ ലളിതവും അർത്ഥപൂർണവുമാണ്. ഈ വരികൾ ലളിതവും അർത്ഥപൂർണവുമാണ്. Question number 16. Sketch the character of Mrs. Pearson. Sketch the character of Mrs. Pearson. Answer. Mrs. Pearson is the central character in the play Mother's Day by J.B. Priestley. Mrs. Pearson is the main character in the play Mother's Day by J.B. Priestley. ജെ.ബി. പ്രീസ്ലിയുടെ മദേഴ്സ് ഡേ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് മിസസ് പിയേഴ്സൺ. ഷീ ഈസ് എ കൈൻഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് കെയറിംഗ് ഹൗസ് വൈഫ്. ഷീ ഈസ് എ കൈൻഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് കെയറിംഗ് ഹൗസ് വൈഫ്. അവൾ ദയയും കഠിനാധ്വാനം ചെയ്യുന്നവളും കുടുംബത്തോട് സ്നേഹം ഉള്ളവളുമാണ്. At first, she is timid and allows her husband and children to treat her unfairly. At first, she is timid and allows her husband and children to treat her unfairly. തുടക്കത്തിൽ അവൾ ഭീരുവായതിനാൽ ഭർത്താവും മക്കളും അവളോട് മോശമായി പെരുമാറി. After meeting Mrs. Fitzgerald, she becomes confident and bold. After meeting Mrs. Fitzgerald, she becomes confident and bold. ഫിറ്റ്സ്ജെറാൾഡിനെ കണ്ടതിനു ശേഷം അവൾ ആത്മവിശ്വാസമുള്ളവളും ധൈര്യമുള്ളവളുമായി മാറി. She decides to stand up for her rights and teaches her family to respect her. She decides to stand up for her rights and teaches her family to respect her. അവൾ തന്റെ അവകാശങ്ങൾക്കായി നിലകൊള്ളുകയും കുടുംബാംഗങ്ങളെ തന്നെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. She is intelligent, loving and responsible. She is intelligent, loving and responsible. അവൾ നല്ല ബുദ്ധിമതിയും സ്നേഹമുള്ളവളും ഉത്തരവാദിത്വമുള്ളവളുമാണ്. By the end of the play, she succeeds in changing her family's attitudes and becomes the true mistress of her home. By the end of the play, she succeeds in changing her family's attitude and becomes the true mistress of her home. നാടകത്തിന്റെ അവസാനം അവൾ തന്നോടുള്ള കുടുംബത്തിന്റെ സമീപനം മാറ്റുന്നതിൽ വിജയിക്കുകയും സ്വന്തം വീട്ടിലെ നായികയായി മാറി. Question number 17. Write 4 warning messages to create awareness about the dangers of drugs. Write 4 warning messages to create awareness about the dangers of drugs. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് 4 വാർണിംഗ് മെസ്സേജസ് എഴുതുക. 1. Choose life, not drugs. Choose life, not drugs. 2. A drug-free life is a happy life. A drug-free life is a happy life. 3. Drugs are a dead end. Stay away. Drugs are a dead end. Stay away. 4. Be smart. Don't start drugs. Be smart. Don't start drugs. Question number 18. Why did the author consider the cemetery the bridal room of death in the story The Gift? Why did the author consider the cemetery the bridal room of death in the story The Gift? The Gift എന്ന കഥയിൽ സിമിട്രിയെ ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്ന് വിളിക്കാൻ കാരണമെന്ത്? ആൻസർ. The author considered the cemetery the bridal room of death because it was very beautiful, peaceful and full of flowers. The author considered the cemetery the bridal room of death because it was very beautiful, peaceful and full of flowers. ശ്മശാനം മനോഹരമായ പൂക്കളും ചെടികളും കൊണ്ട് അലങ്കരിച്ച ശാന്തവും മനോഹരവുമായ സ്ഥലമായിരുന്നു. The graves were decorated with colorful flowers and plants, making the place look pleasant rather than frightening. The graves were decorated with flowers and plants, making the place look pleasant rather than frightening. ശവകുടീരങ്ങൾ വർണ്ണാഭമായ പൂക്കളും ചെടികളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതിനാൽ ആ സ്ഥലം ഭയപ്പെടുത്തുന്നതിനേക്കാൾ മനോഹരമായി തോന്നി. The calm atmosphere reminded him of a bridal room prepared with love and care. The calm atmosphere reminded him of a bridal room prepared with love and care. അവിടുത്തെ അന്തരീക്ഷം സ്നേഹത്തോടും കരുതലോടും കൂടി ഒരുക്കിയ ഒരു മണിയറ പോലെയാണ് എഴുത്തുകാരന് തോന്നിയത്. അതുകൊണ്ടാണ് ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്ന് ശ്മശാനത്തെ വിശേഷിപ്പിച്ചത്. Question number 19. Who was Michael's coach and how did he train him? What was his passion? Who was Michael's coach
ആൻഡ് ഹൗ ഡിഡ് ഹി ട്രെയിൻ ഹിം? വാട്ട് വാസ് ഹിസ് പാഷൻ? ആരായിരുന്നു മൈക്കിളിന്റെ കോച്ച്? അദ്ദേഹം എങ്ങനെയാണ് അവനെ പരിശീലിപ്പിച്ചത്? അവന്റെ സ്വപ്നം എന്തായിരുന്നു? ആൻസർ: മൈക്കിൾസ് ഫാദർ ബെർട്ട് സ്റ്റോൺ വാസ് ഓൾസോ ഹിസ് കോച്ച്. മൈക്കിൾസ് ഫാദർ ബെർട്ട് സ്റ്റോൺ വാസ് ഓൾസോ ഹിസ് കോച്ച്. മൈക്കിളിന്റെ അച്ഛനായ ബെർട്ട് സ്റ്റോൺ തന്നെയായിരുന്നു അവന്റെ പരിശീലകനും. He trained Michael with great care and discipline. He trained Michael with great care and discipline. അദ്ദേഹം മൈക്കിളിനെ ശ്രദ്ധയോടെയും അച്ചടക്കത്തോടെയും പരിശീലിപ്പിച്ചു. മൈക്കിൾ സ്റ്റാർട്ടഡ് സീരിയസ് ട്രെയിനിങ് വെൻ ഹി വാസ് 14 years old. മൈക്കിൾ സ്റ്റാർട്ടഡ് സീരിയസ് ട്രെയിനിങ് വെൻ ഹി വാസ് 14 years old. 14 വയസ്സ് മുതൽ മൈക്കിൾ ഗൗരവമായ പരിശീലനം ആരംഭിച്ചു. He practiced weightlifting and running on a regular basis. He practiced weightlifting and running on a regular basis. അവൻ സ്ഥിരമായി ഭാരോദ്വഹനവും ഓട്ടപരിശീലനവും നടത്തി. His father supervised all his training activities. His father supervised all his training activities. അവന്റെ അച്ഛൻ എല്ലാ പരിശീലന പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിച്ചു. Pole vaulting was Michael's favorite sport. Pole vaulting was Michael's favorite sport. Pole vaulting ആയിരുന്നു മൈക്കിളിന്റെ ഇഷ്ടപ്പെട്ട കായിക ഇനം. He worked hard to achieve his dream of becoming a champion pole vaulter. He worked hard to achieve his dream of becoming a champion pole vaulter. ഒരു ചാമ്പ്യൻ പോൾ വോൾട്ടർ ആവുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവൻ കഠിനമായി പരിശ്രമിച്ചു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.